ഹലോ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോളേ നമ്മളൊരു പരിപാടിക്ക് പോകാട്ടോ. നമ്മളെ വാവ വന്നപ്പോൾ തന്നെ നല്ലൊരു പരിപാടി ഫംഗ്ഷൻ ഉണ്ടായി. ഒരു കല്യാണം ഉണ്ട് ബേബിൻ്റെ കുടുംബത്തിൽ. അപ്പോൾ ഒരു കല്യാണ ബിരിയാണി കഴിക്കാം വാവക്ക്, നാട്ടിൽ വന്ന തലേ ദിവസം. എന്താ വാവ വിശേഷം? നല്ല വിശേഷം സാറല്ലേ. അപ്പോൾ ആ പെണ്ണുണ്ട്, ബേബിൻ്റെ അമ്പിളിയുണ്ട്. ബേബിൻ്റെ കുടുംബത്തിലാണ് കല്യാണം. അയ്യോ, ഉടുപ്പൊക്കെ ഊരിട്ടിക്കാണ്, മുട്ടായിക്ക് ഉടുപ്പ് ഊരിട്ടിക്കാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫസ്റ്റ് ഇറങ്ങിയിട്ട് മമ്മാൻ്റെ അടുത്തേക്കാണ് പോയത്. മമ്മാനെ പോയി കണ്ട് സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് കാര്യങ്ങൾ, ഗൾഫ് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച്. ഉമ്മയും പെങ്ങളെ വീട്ടിൽ നിന്ന് ഉമ്മ. അപ്പം ഉമ്മാനെ പോയി കണ്ട് അവിടുന്ന് ഞങ്ങൾ കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ച്. അപ്പോൾ അമ്പിളിക്ക് പൂച്ചക്കുട്ടനെ കളിപ്പിക്കണം. അമ്പിളിക്ക് അവിടെ വണ്ടികളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് കളിക്കണം. അപ്പോൾ ഓളവിടെ ഇങ്ങനെ കളിയിൽ ഏർപ്പെട്ടു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ എവിടെ തോട്ടിലോ വെട്ടത്തിയ തോട്ടില്. അപ്പോൾ കേസ് ഇതാണ് ചിൻ്റെ സഹോദരിയുടെ കുട്ടികൾ. അപ്പോൾ ഒരു മീൻ പിടിക്കുകയാണ്. അപ്പോൾ വാവനായിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നതാണ്. വാവ ബേബി പെണ്ണൊക്കെ അങ്ങനെ സന്ദർശനത്തിലാണ്. പിന്നെ കല്യാണമുണ്ട്, കല്യാണത്തിന് പോകണം. അപ്പോൾ സ്കൂളിലെന്ന് അപ്പോൾ ഞങ്ങളിങ്ങനെ പോന്നപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും കയറി കണ്ട് ഇങ്ങനെ പോകാൻ തീരുമാനിച്ചു. എന്നെ ഞാനുണ്ട്. വലിയ പെങ്ങളോടെ പോയി, ചെറിയ പെങ്ങളോടെ വന്നു. ഇനി ഇങ്ങനെ പോട്ടെ. ആരാണ്? ജാസി, അമ്മോങ്കാക്ക, വാവൻ്റെ അമ്മോങ്കാക്ക. ഒരു ഹായ് കൊടുത്ത വാവൻ്റെ അമ്മോങ്കാക്കയാണ്. അമ്മോങ്കാക്കാൻ ഇപ്പനെ കാണാൻ വന്നു കേട്ടോ. വാവ എന്താ വാവ എന്താ വാവാടുന്നു? കുടുംബത്തിന്റെ ആണോ? വേലും മഴ ഞാൻ ശരിക്കൂത്തിരിക്കട്ടെ കടന്നുറങ്ങിയത്. എന്നാ വിശേഷം? നല്ല വിഷയം സാറല്ലേ? നല്ല വിഷയം. ഒന്നുകൂടി. വാവ നാട്ടിൽ വന്നപ്പോൾ ചക്കക്കൂട്ടാനും ചിക്കനും അമ്മോൻ്റെ വീട്ടിൽ നിന്ന് വാവ. അതിക്കാണ് ചക്കക്കൂട്ടാൻ വേണ്ടേ? എന്നാ വാവ കഴിക്ക്. സാമ്പാർ മീനോ? അടച്ചോ തന്നെ. അപ്പൊ എന്താ അളിയാക്കില്ലേ? ഉണ്ടോ? ഞാൻ അത് തന്നിട്ടോ. ചക്ക കൂട്ടാൻ തന്നിട്ടേ. എന്താ പേര് ചക്ക കൂട്ടാൻ ആദ്യമായിട്ട് കാണാൻ മാതിരി കാട്ടറ് മനസ്സിനെ കൊണ്ട് അറിയിച്ച. അതാണല്ലേ. വാവ വന്നപ്പോ ചക്ക അതിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ വാവക്ക് നല്ല യോഗ ഉണ്ട്. അപ്പൊ ചക്കിക്ക് എത്തിയ വാവ് ഇത് ചെറുത്. അത് വേറെ വെറൈറ്റി ആണ്. തൊപ്പ വരുന്നുള്ളൂ അല്ലേ? വാവക്ക് ചക്കന് കിട്ടിയില്ലേ? പോന്നപ്പോൾ ചക്ക അറിഞ്ഞോ?
കറക്റ്റ് കറക്റ്റ് ചക്കിക്കൊന്നും പോണു പാവ. മാഷല്ല ഞാനോ 2 സ്പൂൺ ആകെ തിന്നോളൂ കേട്ടോ. ഡയറ്റാണ് ഇത്ര. ജാസി എന്താ പറയണു? ആ അല്ലേ? ആ ചക്ക. അപ്പോൾ നമ്മളെല്ലാവരും ഉമ്മാനെയും പെങ്ങന്മാരെയും പിന്നെ അതുപോലെ പെണ്ണുവിൻ്റെ വീട്ടിലും ആങ്ങളമാരെയൊക്കെ കണ്ട് എല്ലാവരും സന്ദർശിച്ചു. അപ്പോൾ നമ്മൾ അമ്പിളിയും പെണ്ണും വെളുപ്പാൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെടുക്കാൻ വേണ്ടി വീണ്ടും അങ്ങോട്ട് തന്നെ ഇല്ലാണ്. അപ്പോൾ മുത്തുമണികളെ ചെങ്കളെ നമ്മളുള്ളത് വണ്ടൂർ ആപ്പുള്ളത് കേട്ടോ. വണ്ടൂർ PK ഗാർഡൻസ് ഓഡിറ്റോറിയത്തേക്ക് കല്യാണത്തിന് വന്നാണ്. അവർക്ക് എത്തുന്നുള്ളൂ, പുറത്താണുള്ളത്. നല്ല മഴയാണ് ഇവിടെ. അപ്പോൾ വാവച്ചി വന്നിട്ട് ഫസ്റ്റിൽ കിട്ടുന്ന കല്യാണം. വാവാ, കല്യാണം ബിരിയാണിയോട് എങ്ങനെ താല്പര്യമുണ്ടോ? ബിരിയാണിയോട് ബിരിയാണിയോട് താല്പര്യമില്ല. ഇല്ല, 2 സെറ്റ് ബിരിയാണി തന്നെയാണ്. വാവയ്ക്ക് 2 സെറ്റ് ബിരിയാണി തന്നെയാണ്. അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഓനെ സംബന്ധിച്ചിടത്തോളം ഓന് ഡയറ്റിംഗ് ആണ് ഇത്രേ. അപ്പോൾ നമുക്കിപ്പോൾ താല്പര്യം കേട്ടോ ബിരിയാണിയോട്. എപ്പോഴും എന്നും പ്രിയം ബിരിയാണിയാണ്. അവർക്ക് പറ്റിയാലും പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് താല്പര്യം ബേബിക്ക് പെണ്ണൂന് ഇച്ചൊക്കെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്താ മന്തി ഇഷ്ടം? ബേബി പെണ്ണ് എന്തിട്ടിയാലും നിന്നോളെ കാണണ്ടല്ലോ, അത് അത്യാവശ്യം ഉണ്ടല്ലോ, നമ്മളായിരുന്നല്ല. അപ്പളേ നല്ല മഴ കേട്ടോ പുറത്ത്. അത്യാവശ്യം തിരക്കടില്ലാത്ത മഴ ഉണ്ട്. ചെറിയ തോതിൽ തിരക്കടില്ലാത്തൊരു മഴയുണ്ട്. പെരുമഴ ഉണ്ടായിരുന്നു, ഇപ്പം ചോർന്നാണ്. അപ്പം നമ്മളിപ്പോൾ ഇനി ഓഡിറ്റോറിയത്തിൽ കയറട്ടെ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാം. അപ്പോളേ കല്യാണ ഓഡിറ്റോറിയത്തിലപ്പോൾ ഞങ്ങളൊരു കല്യാണം കൂടാൻ വേണ്ടി വന്നതാണ്. പാവുണ്ട്, ബേബി ഉണ്ട്, പെണ്ണുണ്ട്. ബേബിൻ്റെ കുടുംബ വീട്ടിലാട്ടോ. അതാണ് ഓഡിറ്റോറിയം. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ എല്ലാവരും ബേബിൻ്റെ ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറേശ്ശെ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് വരുന്നവരൊക്കെ എല്ലാവരും അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതിനകത്ത് വലിയ രസമുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഓഡിറ്റോറിയം ഭയങ്കര സെറ്റപ്പാണ്. നമ്മൾ വിചാരിക്കണ പോലെ നമ്മളെ നാട്ടിലത്തെ പോലെ സാധാരണ ചെറിയ ഓഡിറ്റോറിയം ഒന്നല്ല, വൻ സെറ്റപ്പ് ഒരു ഓഡിറ്റോറിയമാണ്. ഇതിനകത്ത് സെൻട്രലൊരു ഫാനുണ്ട്, ഒരു ബാൽക്കണി ഉണ്ട്. ഇതിന് നല്ല അടിപൊളി ബാൽക്കണി ഉണ്ട്. അതുപോലെ ഈ സ്റ്റേജിൻ്റെ നേരെ ഫ്രണ്ടിൽ ഈ ബാൽക്കണിക്ക് സപ്പോർട്ടായിട്ടൊരു ഫാനുണ്ട്. ഒരു ഹെലികോപ്റ്ററിൻ്റെ ഫാൻ പോലത്തെ ഒരു ഫാനാണ് ആ സെറ്റപ്പ് കേട്ടോ. അതിൻ്റെ ചോറിൽ നിന്നാൽ ഒരു AC നിൽക്കണ കൂളിങ്ങാണ്. ഞാൻ അന്തം വിട്ടുപോയി. കാരണം നമ്മളിവിടെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. പറയുമ്പോൾ കോഴിക്കോട്, തൃശ്ശൂർ, അതുപോലെ പല സ്ഥലത്തും നമ്മൾ പോയിട്ടുണ്ട് ഓഡിറ്റോറിയത്തിൽ. പക്ഷേ ഇതുപോലെ ഒരു ഫാൻ നമ്മളെവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അത്രയും വലിയ സൈസ് ഫാനാണ്. അതിനകത്ത് ഇരിക്കാൻ നല്ല സുഖം കേട്ടോ. ഓവർ സ്പീഡൊന്നുമില്ല, പാകത്തെ ലിമിറ്റ് സ്പീഡാണ്, പേടിയാവുന്നില്ല. പക്ഷേ ഭയങ്കര കൂളിങ് അതിനകത്തിരിക്കാം. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുകയാണ്. കൂട്ടം കുടുംബമൊക്കെ അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബേബി ഇതാ കുറേ വീഡിയോസ് എടുക്കുന്നുണ്ട്, അമ്പിളിൻ്റെ കുറേ വീഡിയോസ് എടുക്കുന്നുണ്ട്, വാവ അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തായാലും വളരെ റാഹത്തായി അടിപൊളി ഫംഗ്ഷനാണെന്ന് മനസ്സിലായി. ഞങ്ങൾ ഉഷാറായിട്ട് അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു. കൂട്ടം കുടുംബമൊക്കെ എല്ലാവരും എത്തുന്നുണ്ട്. വാവാ എന്താ വൈബ്? സെറ്റപ്പാ? അങ്ങനെ സ്റ്റേജിൽ ലൈറ്റെല്ലാം കത്തിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടം കുടുംബമൊക്കെ വാവനോട് പരിചയപ്പെട്ട് സംസാരിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഗൈസ്. ഇവിടെ ഒരു സമയം 5-6 മണിയാകാറായി. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അടിച്ചു പൊളിച്ച് കഴിച്ചു. തൊപ്പി വെച്ച കാക്കുവിൻ്റെ മോൻ്റെ വിവാഹമായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകുടുംബങ്ങളൊക്കെയാണ് കൂടെ ഉള്ളത്. പുതിയാപ്പിളയും പുതിനും വേദിയിലെത്തിയിട്ടുണ്ട്. എല്ലാവരും ആനയിച്ച് പുതിനത വേദിയിൽ കയറുകയാണ്. ക്യൂട്ട് കപ്പിൾസ്, മാഷാല്ലാ. നല്ലൊരു ജീവിതം മക്കൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ് ഖൈറാക്കട്ടെ റബ്ബ്. ഇതാണ് മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞ ഫാൻ കേട്ടോ. അതിൻ്റെ ഒരു വലിപ്പം. അപ്പോൾ ഒരു കല്യാണം കൊണ്ടേ കുടുംബക്കാരെ എല്ലാവരും കാണാൻ പറ്റി. ബേബിൻ്റെ നാത്തൂൻ്റെ മോശനാണ്, കളിയാക്കാൻ്റെ ഒപ്പ. പിന്നെ അതാണ് അമ്മാവന്മാർ 2 പേരുണ്ട്. പിന്നെ അത് ഒരമ്മാവൻ നസിക്കാക്കു. അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. കുടുംബക്കാർ കൂട്ടക്കാർ ഒത്തിരി ഉണ്ട്. മറ്റൊരു അമ്മാവനാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷം. പിന്നെ ആരെയും പ്രത്യേകിച്ച് തിരഞ്ഞു പിടിച്ച് കാണേണ്ട ആവശ്യം വന്നില്ല. എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടിപ്പക്കാക്ക ഇതാ നമ്മളെ കൂടെ ഉണ്ട് ഇപ്പോൾ. പിന്നെ
തൊട്ടടുത്ത അയൽവാസി നമ്മളെ ബേബിൻ്റെ ഫാമിലിപ്പെട്ട കാക്കുവിൻ്റെ വേറെ എന്തെങ്കിലും വർത്താനം? നല്ല പ്രവർത്തനങ്ങളൊക്കെ ഉഷാറായി മുന്നോട്ട് ഫുൾ ടിവിയിലും ജയ്സാൻഡും എല്ലാ ചാനലിലും തകർക്കാണല്ലേ? സാറായിട്ട് ഇപ്പം നാളെയും കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ 23-ാം തീയതി നോക്കാൻ പറ്റും. ആയിക്കോട്ടെ. അങ്ങനെ ചങ്കളെ കല്യാണം പരിപാടിയും കൂട്ടക്കാരെല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് പോന്നു, തിരിച്ചു പോന്നു. വരുന്ന വഴിക്ക് തന്നെയാണ് 2 കിലോമീറ്റർ ഇപ്പുറയാണ് പെണ്ണുവിൻ്റെ അനിയത്തിനെ കല്യാണം കഴിച്ച വീട്. അപ്പോൾ അവിടെയൊക്കെ കയറി അവിടെ അടുത്തൊരു പരിപാടിയും കൂടി. അവിടെ എത്തിയപ്പോൾ തന്നെ പത്തിരി ബീഫ് കറി, ബീഫ് വരട്ടിയത്. എൻ്റെ പൊന്നും എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അവിടെ നിന്നാണെങ്കിൽ വയറ് നിറച്ച് ബിരിയാണി അടിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ എന്നാലും അവരെ വിഷമിപ്പിക്കാൻ പറ്റൂലല്ലോ. പത്തിരിയും കഴിച്ചു, ബീഫും കഴിച്ചു, ഭാവിയും കഴിച്ചു, ഞാനും കഴിച്ചു, പെണ്ണും കഴിച്ചു, ബേബി. നോട്ടെ കഴിക്കില്ല. ബേബി ഒട്ടും മോശമല്ല. അപ്പളേ അപ്പം നമ്മളെ ഇന്നത്തെ ലാസ്റ്റ് പരിപാടി കേട്ടോ. ഇന്നത്തെ ഭയങ്കര വിസിറ്റിംഗ് ആയിരുന്നു, ഫാമിലി കൂടെയൊക്കെ കല്യാണം. അതൊക്കെ ജോളിയായിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ ബിരിയാണി, പത്തിരി, ബീഫ്, പിന്നെ ഇതാ. അപ്പോൾ ലാസ്റ്റ് നമ്മളെ മൈനമ്മൂൻ്റെ അടുത്ത് വന്നപ്പോൾ മൈനൻ്റെ അടുത്ത് വന്നപ്പോൾ മൈന പാതിരാക്കുണ്ട്. റബ്ബേ പയമ്പൊരി പൊരിച്ചിക്ക, ചായ. വാവ ഞാൻ പറഞ്ഞില്ലേ വാവൻ്റെ ഇന്നത്തെ ഡയറ്റ് വാവൻ്റെ അവസാനിച്ചു. ഇരുപ്പാ കുഞ്ഞാണി ഇതാ പോണ്, രണ്ടാക്കും വീഡിയോ. സമയം രാത്രി 9 മണി കഴിഞ്ഞു, 9:30. ഇപ്പം നമ്മൾ സാനക്കാക്കുവിൻ്റെ വീട്ടിലാണ്. സാനക്കാക്കു നാട്ടിലില്ല, പ്രവാസിയാണ്. ഇപ്പോൾ ഒരു മാസം മുന്നേ നമ്മൾ കൊണ്ടാക്കിയാണ്. അപ്പോൾ അവിടെ മൈനമ്മ വന്നപ്പോൾ നല്ല പയമ്പൊരി ഉണ്ടാക്കിയിരുന്നു. കുറേ പറഞ്ഞു, പഠിച്ച പാടെ കുരിപ്പിനോട് പറഞ്ഞു വേണ്ട, ജമ്മം ചെയ്താൽ കേൾക്കില്ല. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാൻ 2 പയമ്പൊരി നിൽക്കണ്, പ്ലസ് ചായയും കുടിച്ചു. 6 മണിക്ക് ബിരിയാണി, 7-7:30 ആയപ്പോൾ പത്തിരിയും ബീഫും. വാവാ എന്ത് ഡയറ്റാ വാവ അത്. വാവ കഴിച്ചിട്ടില്ല അത്രേ. അപ്പോൾ ഇൻഷാല്ല നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പാണ്. ഇനി നേരെ വീട്ടിൽ കേട്ടോ. ഓക്കെ, ഇൻഷാല്ല കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.